എന്താണ് മോനെ? നീ എവിടെ? ഞാൻ വർക്കായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോ ഇവിടെ ഒന്ന് വെറുതെ കയറിയതാ. ഞാൻ എന്തായാലും നിന്നെ ഇവിടെ വെച്ചാണ് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അതെ, അൺഎക്സ്പെക്ടഡ് ആയി പോയി. ഇത് വന്നത് ഭയങ്കര പൊരുത്തമാണല്ലോ. അതാ ഞാൻ ആലോചിക്കുന്നത്, ഞാനും എന്തിട്ടാലും പൊരുത്തോളൂ. ഇത് ഭയങ്കര പതിവില്ലാതെ ആക്ച്വലി ഞാൻ ഒന്ന് ഫ്രീ ആയിട്ടിരുന്നപ്പോ ജസ്റ്റ് ഒന്ന് വന്നതാണ്. പിന്നെ നമ്മുടെ എന്താ പറയാ സെന്റ് ജോർജ് പള്ളിയല്ലേ, ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകാന്ന് വെച്ചു. അല്ല നീ പള്ളി കയറാതെ ഉള്ളു? ഞാൻ പള്ളി കയറാത്താണ്. പിന്നെ ഇതുവഴി ഒന്ന് പോയപ്പോ ഒന്ന് കണ്ടപ്പോ ഒന്നങ്ങനെ കയറിയതാ. കയറിയപ്പോഴേക്കും എന്താ നിന്നെ കാണാൻ നന്നായി. പിന്നെ വേറെന്നുണ്ട്? ഓ എന്താ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരാൻ നടക്കണം. അതാണ് പരിപാടി. താങ്കളുടെ വർക്കിന്റെ ഭാഗമായിട്ട് ഇവിടെ കയറിയതാണോ? ഞാനും വർക്കിന്റെ ഭാഗം കയറിയതാണ്. അപ്പൊ ഞാന് വേറെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഇരുന്ന് എല്ലാവരും വിളിച്ച് കോർഡിനേറ്റ് ഒക്കെ ചെയ്യാന്ന് വെച്ച് നടന്നില്ല. ഓൺഗോയിങ് ആണ്. എന്റെ മോനെ കുറച്ച് നാളായല്ലോ ഇപ്പൊ കണ്ട്. കുറച്ച് കാര്യമായിട്ടായി. എന്തായാലും അങ്ങനെ പോകണ. എന്നിട്ട് പിന്നെ യൂട്യൂബും കാര്യങ്ങളൊക്കെ എന്താ ഇപ്പൊ എല്ലാവർക്കും യൂട്യൂബിന്റെ കാര്യമാണ്. കുടുംബത്ത് പോയ യൂട്യൂബ്, കൂട്ടുകാരടുത്ത് പോയ യൂട്യൂബ്, നാട്ടിൽ പോയ അവിടെ യൂട്യൂബ്, എവിടെ പോയാലും യൂട്യൂബ്. ഞാൻ ചെയ്തോണ്ടിരുന്ന കാര്യമല്ലേ. ഇപ്പൊ തുറന്നു പറഞ്ഞ അവസ്ഥ എന്താ അറിയോ? നമ്മൾ ആഗ്രഹിച്ചാണല്ലോ എല്ലാരും നമ്മളടുത്ത് ഇങ്ങനെ ചോദിക്കണം, അന്വേഷിക്കണം എന്നൊക്കെ. ഇപ്പൊ ആ കാര്യത്തിൽ ഞാൻ ഫുള്ള് സെറ്റായി. എല്ലാരും ചോദിക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും സങ്കടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ചെയ്യാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ബ്രേക്ക് എടുത്തില്ലടാ. അതൊരു വല്ലാത്തൊരു അടി എടുക്കണ്ടായിരുന്നു. എപ്പോഴും പറയാറില്ലേ ബ്രേക്ക് എടുക്കരുത്, ഒരു കണ്ടിന്യൂറ്റി എപ്പോഴും കീപ്പ് ചെയ്യണമെന്ന്. കാരണം ഇപ്പൊ മനസ്സിലായ ആൾക്കാർ നിന്റെ വീഡിയോസിന് വേണ്ടി കുറച്ചു പേരെങ്കിലും വെയിറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമല്ലേ. കാര്യം നമ്മുടെ വീഡിയോ കൊള്ളാം അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമായി എന്ന് മാത്രം പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഭയങ്കരമാണ്. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു നിനക്ക് ഓർമ്മയില്ല നമ്മൾ എന്തുമാത്രം ഓടി നടന്ന് ചെയ്തതാണ്. ഇപ്പൊ നോക്കുമ്പോ മിക്ക പിള്ളേരുടെയും ഒരു ക്യാമറ നോക്കി തെക്കോട്ട് എല്ലാം. ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മറ്റേ പോർട്രേറ്റ് സ്റ്റൈലാണല്ലോ. എല്ലാവർക്കും ഇങ്ങനത്തെ വീഡിയോ ആർക്കും കാണണം. എല്ലാവർക്കും ഇങ്ങനത്തെ സാധനം കണ്ടോ? റീൽസ് ഷോർട്സ് ഒക്കെ എന്ത് കേറിയെന്ന് അറിയോ? ആൾക്കാരുടെ സ്റ്റൈലും മാറി. നല്ലൊരു സാധനം വീടിന്റെ സെറ്റാവും. സെറ്റാവും. യൂട്യൂബ് വഴിയാണ് രക്ഷപ്പെട്ടാണ് ജീവിക്കാൻ. നീ രക്ഷപ്പെട്ടിട്ടാണ് ഞങ്ങൾക്ക് മര്യാദ ജീവിക്കാൻ. ഞാൻ യൂട്യൂബ് വഴി എന്ന് ജീവിക്കുമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. അതൊക്കെ ഒരു സെറ്റാവും. എന്തായാലും ഗ്യാപ്പ് വരുത്തരുത്. ഇനിയും ഗ്യാപ്പ് വരുത്തരുത്. ഗ്യാപ്പ് വരുത്താതെ വീഡിയോസ് ജീവിക്കുന്നു. രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതെന്ന് എന്നാലും ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. എന്തായി ഈ ജീവിക്കൂടെ കാര്യം കേട്ടപ്പോ ഇതായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു സാധനം കേട്ടായിരുന്നടാ. ജീവിക്കണേനാ ആക്ച്വലി ഒരു വീഡിയോ ഉണ്ട്. ഐ മീൻ ഒരു കണ്ടന്റ് ഉണ്ട് എന്റെ കയ്യിൽ വീഡിയോ ചെയ്യാൻ പറ്റിയ. പക്ഷെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചായി സംഭവം തുടങ്ങിയിട്ട്. ലൊക്കേഷൻ വരുന്ന കളമശ്ശേരിയിലായിട്ടാ. ഇത് ഞാൻ എന്ത് മറന്നു. ആക്ച്വലി ഒരു നല്ല സാധനം. നമ്മൾ പണ്ട് ഒരു അൺവൈൻഡ് ആംബിയൻസിന്റെ വീഡിയോ ചെയ്ത് ഓർമ്മയുണ്ടോ? പ്രൈവറ്റ് സ്പേസ് ഇന്ത്യ മൊത്തമുണ്ട്. നമ്മളന്ന് ഇവിടെ പോയി ഒരു സ്ഥലത്ത് പോയി ചെയ്ത് ഏകദേശം അതേ കോൺസെപ്റ്റ് ഒരു സാധനം. പക്ഷെ ഒരു കഫേ മൂഡാണ്. ചായ ഒക്കെ പോയി കുടിക്കാൻ പറ്റിയ സെറ്റപ്പ്. നിനക്ക് വേറെ പരിപാടിയെല്ലാം ഉണ്ടോ? എനിക്കിന്ന് വർക്കുണ്ട്. അതിന് പോകാറില്ല. ഞാൻ അലക്കുന്ന അറിയോ? ഇന്നിപ്പോ ഞാൻ ഫ്രീ ആണ്. ഇന്ന് ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ നടക്കൂല. സത്യം പറഞ്ഞാൽ ഇന്നിപ്പോ നമ്മൾ ഈ ടോപ്പിക് സംസാരം ഈ സാധനം തലേ വന്നത് തന്നെ. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ നമ്മുടെ കിളീനെയും പൊക്കിയിട്ടെ അതെന്തായാലും വിളിച്ചാൽ വിളിപ്പുറത്ത് കാണും. ഞാൻ അവനെയും പൊക്കിയിട്ട് ഞാൻ അങ്ങോട്ട് പോവാം. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കളമശ്ശേരി പാതിരാക്കോഴി പോകുന്ന റൂട്ടില് പാതിരാക്കോഴി കുറച്ച് മുമ്പിലോട്ട് പോയിട്ട് റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് ഉള്ളിലോട്ട് കയറിയിട്ടാ. പക്ഷെ കൊള്ളാം. ഞാൻ ഒരു പ്രാവശ്യം പോയി ലൊക്കേഷനൊക്കെ ആണ്. ഞാൻ ഇത് കേട്ട സമയത്തൊന്ന് ചുമ്മാ പോയി കണ്ടൊക്കെ വെച്ചതാ. മറന്നുപോയി. കാര്യം എന്ന് വെച്ചാൽ ആ ഫ്ലോ അങ്ങ് പോയി എന്നാ പറഞ്ഞേ. ഞാൻ ഇന്നിപ്പോ പെട്ടെന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് ചുമ്മാ പോയി. ഇന്നിപ്പോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോലത്തിലിരിക്കുമല്ലോ. ഇപ്പൊ തന്നെ വിടാം. ഇനി വിളിച്ച് പോക്കട്ടെ. അല്ലെങ്കിൽ അവൻ വല്ല വേറെ പരിപാടിക്ക് പോയാൽ ഞാൻ നടക്കൂല. അപ്പൊ എന്നാ അവിടെ വെച്ച് കാണാം. പൊളിക്കാം.
അളിയാ 150 രൂപയ്ക്ക് ഭയങ്കര ലാഭമാണല്ലേ. എടാ 150 രൂപയ്ക്ക് ലാഭമാണ്, പക്ഷെ ഒരാൾക്കാണ് 150 രൂപ. ഒരാൾക്ക് 150 രൂപ? എന്താ കുഴപ്പം, 2 പേർ കൂടെ 300 രൂപ. പക്ഷെ ഇത്ര നല്ല ആംബുലൻസ് ഉള്ള സ്ഥലം കിട്ടിയില്ലേ? അത് ശരിയാ. അതൊന്നും പൈസ നീല് കൊടുക്കണേ, അപ്പം എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. ആ കൊള്ളാം. അപ്പോൾ ഗൈസ് ഇതാണ് GVQ. അപ്പോൾ ആക്ച്വലി നമ്മൾ പല സ്ഥലത്ത് ഹാങ് ഔട്ട് ചെയ്യാൻ പോകാറുണ്ട്, സ്റ്റേഡിയം പോകാറുണ്ട്, ചാത്തിയാത്ത് പോകാറുണ്ട്, ലുലു പോകാറുണ്ട്. അതേപോലെ ഫ്രീ ആയിട്ട് എവിടെയൊക്കെ നമുക്ക് പോയിട്ട് ടൈം ചില്ലാൻ പറ്റും അവിടെയൊക്കെ പോയിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി കുറേ ആൾ മുമ്പ് നമ്മുടെ ചാനലിൽ അൺവൈൻഡ് ആംബിയൻസസ് എന്ന് പറഞ്ഞ സ്ഥലം കാണിച്ചായിരുന്നു. അവിടെ ഏകദേശം നമ്മൾ പൈസ കൊടുക്കും, കുറച്ച് അവിടെ പോയി ടൈം സ്പെൻഡ് ചെയ്യും. ആ ഒരു സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ. പക്ഷേ ഇവിടെയും പൈസ കൊടുക്കണം. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഇല്ല പൈസ കൊടുക്കാൻ പറ്റാത്ത എന്തുമാത്രം സ്ഥലമുണ്ട്. പക്ഷേ അങ്ങനെയല്ല ഗൈസ്, പൈസ കൊടുക്കാൻ പറ്റുന്ന സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് അവിടെ കുറച്ച് ക്രൗഡറായിരിക്കും. ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രൈവസി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രമേ ഇവിടെ വരുള്ളൂ. അപ്പോൾ നിങ്ങളൊന്നുകൂടെ വന്ന് നോക്ക്. പിന്നെ കയറി ഇവിടെ എൻ്റർ ചെയ്യാൻ വേണ്ടി 150 റുപ്പീസാണ് പെർ ഹെഡ് വരുന്നത്. അത് കഴിഞ്ഞ് ഓരോ മണിക്കൂർ എന്ന് വെച്ചാൽ ആദ്യത്തെ 1 hour 150, പിന്നെ ഓരോ മിനിറ്റിന് ഓരോ രൂപ വെച്ചാണ്. ഇവിടെ നമുക്ക് അൺലിമിറ്റഡ് ബിവറേജസ് കിട്ടും, ബ്ലാക്ക് ടീ, ബ്ലാക്ക് കോഫി, അതേപോലെയൊക്കെ. പിന്നെ ഫുഡ് അവൈലബിൾ ആണ്, പക്ഷേ അതിനൊക്കെ ഫുഡിനൊക്കെ പൈസ കൊടുക്കണം കേട്ടോ. അത് കൂടാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് വാങ്ങണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരാവുന്നതാണ്. അവർ വേണമെങ്കിൽ ഹീറ്റൊക്കെ ചെയ്ത് പ്ലേറ്റിൽ സർവ് ചെയ്ത് തരും. അപ്പോൾ കൊള്ളാം, നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് പാർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ്, ഇത് അവരുടെ ഒരു പാനാണ്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ ആ 150 രൂപ കൊടുത്ത് കയറുമ്പോഴത്തേക്ക് ഒരു സ്റ്റാർട്ടേഴ്സ് പോലെ നമുക്ക് തരുന്നൊരു സാധനമാണ്. ആക്ച്വലി കഴിച്ച് നോക്കിയിട്ടില്ല, നിങ്ങളിപ്പോൾ കാണുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ കഴിക്കാനും പോകുന്നത്. ഇതിൻ്റെ രസം എന്ന് പറഞ്ഞാൽ ഇത് ഇവരുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണെന്ന് പറഞ്ഞേക്കുന്നത്. ഇത് ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ പോലും രണ്ടാമത് വാങ്ങാൻ കഴിയില്ല. ഇത് രണ്ടാമത് കഴിക്കണമെങ്കിൽ നെക്സ്റ്റ് ഡേയോ പിന്നെ എപ്പോഴെങ്കിലും ഇനി ഇവിടെ വിസിറ്റ് ചെയ്യാൻ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. നമുക്കപ്പോൾ ഈ സാധനം കഴിച്ച് നോക്കാം. ഇത് നമ്മുടെ മറ്റേ പാനൊക്കെ കഴിക്കുന്നത് ഒറ്റയടിക്ക് വായിട്ട് കഴിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കാം. കൊള്ളാം ഗൈസ്. ഞാൻ ആക്ച്വലി വലിയ മധുരപ്രിയനല്ല, പക്ഷെ എന്നാലും സാധനം കൊള്ളാം, രസമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതും കൂടാണ്ട് ആഴ്ചയിൽ 7 ദിവസം ഈ സ്ഥലം ഓണാണ്. അപ്പോൾ സമയം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് 11 to രാത്രി ഒരു 10:30 വരെ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ല ഫോട്ടോഷൂട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ അതനുസരിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. പക്ഷേ അതിനൊക്കെ എക്സ്ട്രാ പൈസ കൊടുക്കണം കേട്ടോ, അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് സ്ഥലം ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു വാക്ക് അറൗണ്ട് കാണിച്ചു തരാം ഫുള്ള്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, വേറെ ഒന്നും പറയാനില്ല. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്.